നിർഭാഗ്യവശാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ച കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി അവതരിപ്പിച്ച സ്ഥാനാർത്ഥിക്കെതിരെ വ്യക്തിപരമായ പരാമർശം, മോശമായ പരാമർശം അൻവർ നടത്തിയതിന് എന്ത് ന്യായീകരണമാണുള്ളത്? UDFുമായി സഹകരിച്ചു പോകാനാണ് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും UDF സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു. ഈ കാര്യത്തിൽ വലിയ ഗുരുതരമായ വീഴ്ചയാണ് അൻവറിന് സംഭവിച്ചത്. UDFുമായി സഹകരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാൾ ആത്മാർത്ഥമായി അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെങ്കിൽ UDFിനോട് ഈ സമീപനമാണോ സ്വീകരിക്കേണ്ടത്? UDFിനോട്, UDF സ്ഥാനാർത്ഥിയോട് അദ്ദേഹം സ്വീകരിച്ച നിലപാട് ഒരു കാരണവശാലും ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു നിലപാടല്ല. ആ നിലപാട് അദ്ദേഹം തിരുത്തണം. അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് UDF സ്ഥാനാർത്ഥി ജനങ്ങൾ അംഗീകരിക്കുന്ന, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതൃത്വവും ഒരേ മനസ്സോടെ അംഗീകരിച്ച, കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ച സ്ഥാനാർത്ഥിക്കെതിരെ, ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവർ നടത്തിയ മോശമായ പരാമർശം ആദ്യമായി അദ്ദേഹം പിൻവലിക്കണം. ഔചിത്യം അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നത് തൻ്റെ മോശമായ പരാമർശം ഇത്തരത്തിലുണ്ടായതിൽ നിർവ്യാജ്യമായ ക്ഷമാപണം നടത്താൻ അദ്ദേഹം തയ്യാറാകണം. അതാണ് ആദ്യം വേണ്ടത്. അതല്ലാതെ മാറി നിന്ന് UDFിനെ വിമർശിക്കുക, UDF നേതൃത്വത്തെ വിമർശിക്കുക, UDF സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുക, എന്നിട്ട് UDFിൽ വരണം എന്ന് പറയുന്നത് നിരർത്ഥകമായ ഒരു വാദമാണ്. അതുകൊണ്ട് UDFിൽ വരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ തയ്യാറാകുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം.